ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നിക്കി യാദവ് എന്ന് പറഞ്ഞ പെൺകുട്ടി അതിക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഈ സംഭവം നടക്കുന്നത് ഫെബ്രുവരി 15, 2023 ഡൽഹിയിലാണ്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പെട്ടെന്ന് ഒരു കോൾ വരികയാണ്. ഈ മെട്രോ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ നിന്നാണ് കോൾ വരുന്നത്. അവിടുത്തെ ഒരു ധാബയിൽ എന്തോ പ്രത്യേകതരമായിട്ടുള്ള രീതിയിൽ എന്തോ നടക്കുന്നത്, അവിടെ വന്ന് അന്വേഷിക്കണമെന്ന് പോലീസിൻ്റെ അടുത്ത് ആരും വിളിച്ച് പറയുകയാണ്. അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയ ധാബയെ വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ഫ്രിഡ്ജ് കാണുന്നു. ആ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ തുറക്കുന്നതിനകത്ത് എന്തോ കെട്ടി വെച്ചേക്കുന്ന രീതിയിലൊക്കെ കാണുന്നത്. അത് കണ്ടപ്പോഴേ പോലീസിന് ഭയങ്കരമായിട്ട് ഡൗട്ട് തോന്നുന്നത്, എന്താ അങ്ങനെ തുറക്കുന്ന ഹാൻഡിൽ ഭയങ്കരമായിട്ട് കെട്ടി വെച്ചേക്കുന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ അത് അരിച്ചിട്ട് അവർ തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് ഒരു ശവം അതിനകത്ത് ഇരിക്കുന്നതാണ്, ഒരു പെൺകുട്ടിയുടെ ശവം. ആ പെൺകുട്ടി ആരാണ്, ആ പെൺകുട്ടി എങ്ങനെയാണ് അതിനകത്ത് വന്നത്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. 2018 ഹരിയാന സുനിൽ യാദവിന് 3 മക്കളാണുള്ളത്. അതിൽ ഏറ്റവും ഏഴാം കുട്ടിയാണെന്ന് പറയുന്നത് നിക്കി യാദവ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ നല്ല സന്തോഷമായിട്ടാണ് ജീവിച്ചു വരുന്നത്. സുനിൽ യാദവ് ഉണ്ടെങ്കിൽ അവിടെ ഒരു മെക്കാനിക് ഷോപ്പ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സുനിൽ യാദവിന് തൻ്റെ മോളെ ഒരു ഡോക്ടർ ആക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിനെ തുടർന്നുണ്ടെങ്കിൽ തൻ്റെ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് നിക്കിക്കും ഭയങ്കരമുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിനെ തുടർന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി കോഴ്സ് ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ വരികയാണ്. അവിടെ തന്നെ ഒരു വീട്ടിൽ താമസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നിക്കി ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു വണ്ടി കയറിയാണ് കോഴ്സ് ചെയ്യുന്നിടത്തോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ ബസ്സിനകത്ത് വേറെ ഒരാളെ പരിചയപ്പെടുന്നു. അവൻ്റെ പേര് സുനിൽ എന്ന് പറഞ്ഞ ഒരാളാണ്. അങ്ങനെ അവർ കുറേ നാൾ കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊരു സ്നേഹബന്ധത്തിലേക്ക് പോകുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവർ തീരുമാനിക്കുകയാണ് അവർ ലിവിങ് ടുഗദർ തന്നെ ജീവിക്കാമെന്നുള്ളൊരു തീരുമാനം എടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് വീട്ടുകാർത്തൊന്നും പറയുന്നൊന്നുമില്ല. ഇവർ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ ലിവിങ് റിലേഷനിലാണ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു. അങ്ങനെ 2019, 20 ആയ സമയത്താണ് കൊറോണ വരുന്നത്. ആ സമയമായപ്പോഴത്തേക്ക് എല്ലായിടവും പൂട്ടി തുടങ്ങിയ ആൾക്കാർക്കൊന്നും അവിടെ ഒന്നും നിൽക്കാൻ പറ്റാത്തൊരു സമയമാണ്. ആ സമയത്തുണ്ടെങ്കിൽ സുനിൽ യാദവ് തൻ്റെ മോളെ വിളിച്ചിട്ട് പറയുന്നത് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വരും, അവിടെ നിൽക്കുന്നത് സേഫ് അല്ലെന്ന് പറയുന്നുണ്ട്. അതിനെ തുറന്നുണ്ടെങ്കിൽ അങ്ങനെ നിക്കി ഉണ്ടെങ്കിൽ നാട്ടിൽ പോകുന്നു. അവിടെ നിന്നിട്ട് പോലും അവർ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, വീഡിയോ കോളും അങ്ങനെ ചെയ്ത് റിലേഷൻ കുറേ നല്ലോണം തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നാളുകൾ കഴിയുമ്പോഴത്തേക്ക് 2020 ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഒരു കുറഞ്ഞു തുടങ്ങിയിരുന്നു കൊറോണ. ആ സമയത്തുണ്ടെങ്കിൽ ആൾക്കാർക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നുള്ള രീതിയിൽ അങ്ങനത്തെ രീതിയൊക്കെ വലിയ റെസ്ട്രിക്ഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ സമയത്താണ് നിക്കി ഉണ്ടെങ്കിൽ വീട്ടിൽ പറയുന്നത് എക്സാമിനുള്ള ടൈമൊക്കെ അടുത്ത് വരുവാണ്, അതുകൊണ്ട് ഞാൻ ഡൽഹിയിൽ പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ നിക്കിയും സാഗിലും ഉണ്ടെങ്കിൽ അങ്ങനെ അവർ രണ്ടുപേരും വന്ന് പിന്നെയും ഡൽഹിയിൽ തന്നെ താമസിക്കുകയാണ്. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് പോകുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ റിലേഷൻഷിപ്പ് ഇങ്ങനെ കുറേ നാൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഗിലും അവിടെ വേറെ ഒരിടത്ത് പഠിച്ചുകൊണ്ട് ഇങ്ങനെ കോഴ്സ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ സാഗിലിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ സാഗിലിന് വേണ്ടിയുള്ള പെണ്ണാലോചനയൊക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും വീട്ടിലൊന്നും പറഞ്ഞൊന്നുമില്ല. അവനുണ്ടെങ്കിൽ അവൻ്റെ അച്ഛനെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ അവൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റി ഒന്നും പറയാതെ ഈ റിലേഷൻഷിപ്പ് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. പക്ഷേ വീട്ടുകാരുണ്ടെങ്കിൽ അവൻ്റെ കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു. ആ സമയത്താണ് അവൻ തീരുമാനിക്കുന്നത് ഇവളിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുക, ഇനി നിക്കിയായിട്ട് ഒരു കോൺടാക്റ്റും വേണ്ട, അങ്ങനത്തെ ഉള്ളൊരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് ഈ നിക്കി വിവരം അറിയുന്നുണ്ട് സാഗിലിനുണ്ടെങ്കിൽ കല്യാണം നടക്കാൻ പോവുകയാണ് ഒരു 2-3 ദിവസം കഴിഞ്ഞ്. ആ സമയത്തുണ്ടെങ്കിൽ ഉടനെ തന്നെ സാഗിലിനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്, നീ ഉടനെ തന്നെ എന്നെ വന്ന് കണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ കല്യാണ സ്ഥലത്ത് വന്നത് മുടക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ അവൻ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ അവളെ ഡൽഹി വന്ന് കാണുകയും ചെയ്യുന്നു. അതിന് ശേഷം അവൻ്റെ കാറിൽ പിക്ക് ചെയ്ത് വേറെ ഇടത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ഭയങ്കര സംസാരമൊക്കെ ആവുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, നീ കല്യാണം ഉണ്ടെങ്കിൽ നിർത്തിയില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മുടക്കും, നീ എങ്ങനെ എന്നെ സ്നേഹിച്ചിട്ട് വേറൊരാളെ കല്യാണം കഴിക്കാൻ പറ്റുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് അടിയൊക്കെ ആയി തുടങ്ങി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരിടത്ത് വണ്ടി നിർത്തി അവർ പിന്നെയും കുറച്ച് അധികമായിട്ടുള്ള സംസാരം അടിയൊക്കെ ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവനുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യം വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ തന്നെ അവൻ്റെ ഒരു ചാർജർ വയറുണ്ടായിരുന്നു, അതെടുത്തിട്ട് അവളെ കഴുത്തി ചേച്ചി കൊല്ലുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവൻ്റെ കല്യാണ സമയത്തുണ്ടെങ്കിൽ ധാബയിലൊന്നും വലിയ ആൾക്കാരൊന്നുമില്ല അവൻ്റെ അച്ഛൻ്റെ ധാബയിൽ. സോ അവനുണ്ടെങ്കിൽ തീരുമാനിക്കുകയാണ് ആ ധാബയെ കൊണ്ടുപോയി വെക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ധാബയെ കൊണ്ടുപോയി വെച്ചപ്പോഴാണ് ഈ സംഭവം ഞാൻ ഇൻട്രോ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പക്ഷേ ഇവനുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പോലീസിന് ഭയങ്കരമായിട്ട് വലിയൊരു വിശ്വാസം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നൊന്നുമില്ല. ഈ സംഭവമൊക്കെ നടക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് തന്നെ ഈ നിക്കിയുടെ അച്ഛനുണ്ടെങ്കിൽ ഇതേ കണക്ക് എപ്പോഴും മോളെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മോളെ എടുക്കുന്നൊന്നുമില്ല. ആ സമയത്തുണ്ടെങ്കിൽ കൂട്ടുകാരെയും വിളിച്ച് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് ആ കൂട്ടുകാർ പറയുന്നത് ഇവൾ മൊസോറിൽ ടൂർ പോയതാണ്. അത് കേട്ടപ്പോഴത്തേക്ക് അവളുടെ അച്ഛനും ഓക്കെ എൻ്റെ മോൾ തിരിച്ചു വരുമ്പോൾ എന്നെ വിളിക്കുന്നതാണ്. ആ സമയത്തുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഓർത്തിട്ട് അങ്ങ് സമാധാനിച്ച്. പക്ഷേ കുറേ നാൾ കഴിഞ്ഞിട്ട് അവളെ പറ്റി ഒരു വിവരമില്ല. ആ സമയത്താണ് ഈ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റും കൊടുക്കുന്നത്. അതിനുശേഷം അതിന് പിറ്റേണാണ് ഇതേ കണക്കുണ്ടെങ്കിൽ ഒരു അനോണിമസ് കോൾ വരുന്നത്, ഇതേ കണക്ക് ധാബയിലുണ്ടെങ്കിൽ എന്തോ നടക്കുന്നുണ്ട്, അങ്ങനെ വന്ന് കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിലൊരു കോൾ വരുന്നത്.
അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ ദാവയെ വരുന്നു, ആ കുട്ടിയുടെ ശരീരം കിട്ടുന്നു. ആ സമയത്തുണ്ടെങ്കിൽ അവിടെ ഉള്ളവരതൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അവർ ഇതിൻ്റെ ഓണേഴ്സൊക്കെ എവിടെ പോയിരുന്നു. ആ സമയത്ത് പറയുന്ന അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവർ ഏതൊരു അമ്പലത്തിൽ തൊഴുവാൻ പോയേക്കും. അങ്ങനെ അവിടെ ചെന്ന് അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്താണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോലീസിൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പോലീസിന് വലിയ വിശ്വാസം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. അതിനെ തുടർന്ന് പിന്നെ ഇതിനെ പറ്റിയുള്ള കേസ് കുറച്ചും കൂടെ അന്വേഷിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇവർ താമസിച്ചിട്ട് നടത്തി ചെന്ന് അന്വേഷിക്കുകയാണ്. ആ സമയത്താണ് ഇവർ ഞെട്ടുന്ന രീതിയിലൊരു സംഭവം കണ്ടത്. അത് ഈ നിക്കി എന്ന് പറയുന്ന അവൻ്റെ ഗേൾ ഫ്രണ്ട് അല്ല, അവൻ്റെ വൈഫാണ്. വീട്ടുകാരറിയാതെ തന്നെ ഇവർ മാരേജ് ചെയ്തിരുന്നു. അത് രജിസ്റ്റർ ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളായിരുന്നു. സോ അവൻ്റെ വൈഫിനെയാണ് അവൻ കൊന്നിട്ടുള്ള ഒരു കാര്യം. സോ അതിനെ തുടർന്ന് പിന്നെ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് കുറച്ചുള്ള ഡീറ്റെയിൽസ് അധികം വരുന്നത്. എവൻ ഇതേ കണക്കുണ്ടെങ്കിൽ 2020 ഇവർ റിലേഷൻഷിപ്പിലായിരുന്നു. അതിനുശേഷം പിന്നെ കല്യാണം കഴിക്കുകയും ചെയ്തു. അത് വീട്ടിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ കുറേ നാളിത് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവൻ്റെ കല്യാണം നടക്കാമെന്നുള്ള കാര്യം നിക്കി അറിയുന്നത്. ആ സമയത്താണ് അവനെ വിളിച്ചിട്ട് അവനെ കാണുമെന്ന് പറയുന്നത്. അങ്ങനെ ഡൽഹി വരുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ തന്നെ പറയുന്നതാണ് നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചോടി പോയി കല്യാണം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ തീരുമാനിക്കുകയാണ് ഇവിടുന്ന് ഒളിച്ചോടി പോയി ഗോവയിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ച് കല്യാണം കഴിക്കാമെന്നുള്ളൊരു തീരുമാനം എടുക്കുന്നു. അങ്ങനെ നിക്കി ഉണ്ടെങ്കിൽ എല്ലാ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടി സമയത്തുണ്ടെങ്കിൽ കൂട്ടുകാരത്ത് പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ എങ്ങനെ വിളിച്ചാൽ ഞാനാണ് ഇത് എനിക്ക് ടൂറ് പോയെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ കാറ് കയറി പോവുകയാണ്. അവനങ്ങനെ കാറിൽ അവിടെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അതോടെ തന്നെ അവിടുത്തെ ഒരു CCTVയിൽ അവൻ്റെ മുഖം പതിഞ്ഞിട്ടുമുണ്ട്. അതൊക്കെ പോലീസ് കണ്ടുപിടിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അങ്ങനെ പോകുന്ന സമയത്താണ് ഇവൻ പറയുന്നുണ്ട് എനിക്കുണ്ടെങ്കിൽ നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല, എൻ്റെ അച്ഛനൊക്കെ അറിഞ്ഞാൽ അതോടെ തന്നെ എൻ്റെ കുടുംബത്തിന് ഭയങ്കര മോശപ്പേരായിരിക്കും, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും അവൻ്റെ ഇരുന്ന ചാർജറിൻ്റെ വയറെടുത്ത് അവളെ കഴുത്തിനരിച്ച് കൊല്ലുന്നത്. പക്ഷേ ആ സമയത്ത് എന്ത് ചെയ്യണമെന്നും അറിയില്ല. അതിന് ശേഷമാണ് അവൻ ഒരു ഓർമ്മ വന്നത് ഇത് ചെയ്തൊരു തെറ്റാണല്ലോ, എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ കുറേ നേരം അവിടെ ആ കാർ ഇട്ടുകൊണ്ട് അവൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ അച്ഛനെ വിളിച്ച് നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നീ പേടിക്കേണ്ട, നീ ഉടനെ തന്നെ ദാബയിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ദാബയിൽ വരുമ്പോഴത്തേക്ക് അവൻ്റെ അച്ഛന് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ ചേർന്ന് ആ ബോഡി എടുത്തുകൊണ്ട് ആ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് അടയ്ക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ കല്യാണത്തിന് പോയി ആ കല്യാണത്തിൽ നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഇതേ കണക്ക് പോലീസ് വന്ന് അവനെ പിടിച്ചുകൊണ്ട് വരുകയും ചെയ്യുന്നത്. അതിനുശേഷം ഈ കേസ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി വലിയ വിധിയോ അങ്ങനത്തെ ഉള്ളതൊന്നും വന്നില്ല. ഇപ്പോഴും ഈ കേസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കേസിനെ പറ്റി എന്ത് വിചാരിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. നിങ്ങൾ ഈ ചാനലായിട്ട് ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. താങ്ക് യു.